അപ്പോൾ നമ്മൾ അവക്കാഡോ പറിക്കാൻ പോവാണ്. അവക്കാഡോ മരത്തിൽ പഴുക്കുന്നവരെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ കുരങ്ങന്മാർ തട്ടിക്കളയുന്നു. അതുകൊണ്ട് പറിച്ചു വെക്കാം. പോലോ ഇവിടെ കൊണ്ടുപോയാൽ ഇവിടെ അവിടെ കുറച്ച് പപ്പീസ് ഉണ്ട്. അതിന് അതുകൊണ്ട് ഇവിടെ ഉള്ളിലാക്കിയിട്ട് പോകണം. അവൾ ഇറങ്ങി ഓടി. വാ ഇവിടെ വാ. അവളുടെ ഗേറ്റ് തുറന്നപ്പോ ഇറങ്ങി ഓടി. കഴുത്തെ പിടിച്ചോ, മാന്തിക്കൊണ്ടിരുന്നോ? എന്തിനാ ഗേറ്റ് തുറന്ന് ഓടിയേ? കൊക്കയും ചാക്കൊക്കെ എടുത്തിട്ട് അപ്പം നമ്മൾ പോണ്ട് പറിക്കാൻ. അവിടെ ഇത് കൂട്ടിൻ്റെ തൈ ഉണ്ടോടാ ഈ അവക്കാടോടെ? ആ ഉണ്ടല്ലോ അല്ലേ, അവിടെ രണ്ടെണ്ണം. അത് കായ്ക്കല്ലാത്തതാണോ? ആ ആ ഇല്ല, കഴിഞ്ഞ വർഷം 3-5 ഉണ്ടായിരുന്നു, അത് മുഴുവൻ പോയി. ആ കുരങ്ങ് കണ്ടെന്നേ. അപ്പം നമുക്ക് ഇത്രയാണ് കിട്ടിയത്. ബാക്കി താഴത്തുനിന്ന് നോക്കുമ്പോൾ പഴുത്തോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ വെറുതെ പറിച്ച് കളയണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് വേണേൽ സാലഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഉടച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് തിന്നാം. പഞ്ചസാര ഇട്ട് തിന്നതാണ് നല്ലത്, ടേസ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു സാലഡ് ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ പറയാം. നേരമുള്ള നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് തന്നെ അവക്കാഡോ വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. പേര് ഗ്ലോക്കോമോളി. ഞാൻ യൂട്യൂബ് കണ്ട് പഠിച്ചതാണ്. 3 അവക്കാഡോ, പിന്നെ 2-3 ഉള്ളി, ഒരു തക്കാളി, ഒരു പുളിനാരങ്ങ, ചില്ലി പേസ്റ്റ്, മല്ലി പുതിന ചപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്. ഇതൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ അവക്കാഡോ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് പ്രോസസ്സാണ്. നല്ല പാകമായ അവക്കാഡോ ആണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും. എന്നിട്ട് ഇതിൽ നിന്നിങ്ങനെ ജസ്റ്റ് അതൊക്കെ എടുത്ത് പുറത്തിടാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിനെ നമുക്ക് നന്നായി ഉടക്കാം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് പറ്റുന്ന പോലെ ഇങ്ങനെ, മിക്സിയിലൊന്നും ഇട്ടടിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ നല്ല പാകമായതാണെങ്കിൽ ഉടഞ്ഞോളൂ. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അപ്പോൾ കുറച്ചൊന്നും ഉടഞ്ഞ്, ഇത് മുഴുവൻ ഉടഞ്ഞിട്ടില്ല, പക്ഷെ കുറച്ചൊന്നും ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ഇടാം. ഫസ്റ്റ് മുറിച്ച് വെച്ച് ഉള്ളി ഇടാം. കുറച്ച് നല്ലോണം കടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം മുറിച്ചിടാം. നെക്സ്റ്റ് തക്കാളി, അടുത്തത് മല്ലിച്ചപ്പ്. ദെൻ നമ്മളെ ഒരു ഫുഡ് ഇൻഫ്ലുവൻസർ പറയുന്നത് പോലെ സ്ക്വീസ് ഓഫ് ലെമൺ. വീണ്ടും സ്ക്വീസ് ഓഫ് ലെമൺ. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിന് കുരുമുളകും ചില്ലി പേസ്റ്റും, ഇനി ആവശ്യത്തിന് ചില്ലി സോസ്, എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേഞ്ച് ചെയ്യും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ സംഭവം റെഡി. അപ്പോൾ സംഭവം റെഡി. ഞങ്ങൾ എങ്ങനെ ഇത് കഴിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് വിത്ത് ഓംലെറ്റിൻ്റെ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഗ്ലോക്കോമോളി എടുത്തിട്ട് ആവശ്യമുള്ളത് ഒരു ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാം. ഇത് വെറുങ്ങനെയും കഴിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്തു. മുട്ടയുടെ ഇഷ്ടമായിരുന്നല്ലോ, ഇവിടെ കൂടെ കഷ്ടപ്പെട്ടാം. തോന്നുന്നു ഇത് വെറുതെ കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാം.
മുട്ടയുടെ കൂടെ ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെ തിന്നോക്കിയെന്ന്. ഇത് ഒറ്റയ്ക്ക് തിന്നത് ആ ടേസ്റ്റ്, ബ്രെഡിൻ്റെ കൂടെ അത്ര പോരാ. ഇങ്ങനെ തിന്നണം. വേറെ അറിയും, വേറെ അറിഞ്ഞു, ഇങ്ങനെ തിന്നണം.